ടെക്നീഷ്യനാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ആവശ്യം വരും. നമ്മുടെ ലഹരി വിരുദ്ധ യാത്രയെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഓക്കെ, എവിടെ താമസിക്കുന്നു? പെരിന്തൽമണ്ണ. സന്തോഷം. ഇവിടെ ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടമുണ്ട്. അത് കണ്ടു. ഞങ്ങൾ രാവിലെ ദിവസേന വിന്നർ അക്കാദമി എന്ന് പറഞ്ഞ ഇവിടെ സ്പോർട്സ് അക്കാദമി ഉണ്ട്. അവിടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടവും അതിന്റെ കൂടെ എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. താങ്കൾ സിനിമ നടന്മല്ലോ? ഞാൻ സർവീസ് ബാങ്കിൽ, പെരുമാൾ സർവീസ് ബാങ്കിൽ. ഓക്കെ ഓക്കെ, ബാങ്കിലല്ലേ? ഞാൻ കണ്ടപ്പോ ഒരു നടൻ ലുക്ക്. അഭിനയിക്കണം. നേതാവിന്റെ മന. ഓ, നേതാവിന്റെ മകനാ അല്ലേ? അപ്പൊ നേതാവിനോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞാൽ കണ്ടു. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്കിനി കുറച്ച് ആൾക്കാരോട് നമ്മളെ കണ്ടു. ചേട്ടാ വേഗം എടുത്തോണ്ട് പോയ ചേട്ടാ. ഓക്കെ, പേര് എന്താ? പേര് സെന്തിൽ. സെന്തിൽ അല്ലേ? ചേട്ടാ വിശേഷം എന്തോ ഉള്ളത്? പിന്നെ ഞങ്ങള് സോൾസ് ഓഫ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ ക്ലബിന്റെ അംഗങ്ങളാണ്. 2017 ലഹരിക്കെതിരെ ഞങ്ങൾ നിങ്ങൾ എല്ലാ ക്ലബ്ബുകാരും ഇത് തന്നെയാണ്? അതല്ല, ഞങ്ങൾ ഒരു വലിയൊരു ലഹരി വന്നത്. ആശ്മി, ഞങ്ങൾ വലിയൊരു ലഹരി പെട്ട് കിടക്കുന്നത്. ഓട്ടം എന്ന് പറഞ്ഞ ലഹരിയാണ് ഞങ്ങൾ. ലഹരിക്കെതിരെ 2025 4000-ഓളം പേര് പങ്കെടുത്തിട്ട് ലഹരിക്കെതിരെ ഒരു മാരത്തോൺ നടത്തി, ഇന്റർനാഷണൽ മാരത്തോൺ. ഓക്കെ, റൺ പെരിന്തൽമണ്ണ റൺ റൺ പെരിന്തൽമണ്ണ റൺ. അത് കൊള്ളല്ലോ. റൺ പെരിന്തൽമണ്ണ റൺ. പേരാരും വിളിക്കാത്തോണ്ട് ഞാൻ തന്നെ വിളിച്ചത്. ഓക്കെ, സോഴ്സ് ഓഫ് പെരിന്തൽമണ്ണ. ആരോഗ്യമുള്ള സമൂഹം, മുക്ത നഗരം എന്നുള്ള ആശയം മുൻനിർത്തിയിട്ടാണ് ഞങ്ങൾ. അപ്പൊ പെരിന്തൽമണ്ണക്കാരെല്ലാം സന്തോഷം. ആരോഗ്യമാണ് നമ്മുടെ കയ്യിൽ. ചേട്ടാ വേഗം എടുത്തോ. സെൽഫി അല്ലേ? ലൈവിലൊരു സെൽഫി എടുത്തു. ഓ സൂപ്പറായി ചേട്ടാ. അമ്മ എന്താണ് വിശേഷം? ഒരു പടം എടുക്കണം അല്ലേ? ആഷ്മി, ആഷ്മി, വിജയം വേണ്ടേ? വിജയം കരയില്ല. ഓക്കെ, അപ്പൊ നമ്മളിനി കുറച്ച് പേര് നമ്മളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, നിങ്ങളെ കാണാൻ പറ്റിയ സന്തോഷം. നിങ്ങളുടെ അസോസിയേഷന്റെ പ്രത്യേകത എവിടെ വർക്ക് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ സന്തോഷമല്ലേ? അപ്പൊ നിങ്ങളൊക്കെയാണല്ലോ ട്രോമ കെയറുകാരല്ലേ ലഹരി വിരുദ്ധ പരിപാടിയെ കുറിച്ച് പറയണ്ടത്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയ പരിപാടി അറിയാലോ. ഓക്കെ, നിങ്ങൾ ഇതെന്തോ വിരോധമുള്ളല്ലോ നിൽക്കുന്നത്? ഞങ്ങളെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമർജൻസി ഒരു സംഘടന. സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാ? സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ പറയുമ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും, അതായത് എമർജൻസി ആയിട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ഏറ്റെടുക്കും. ഇപ്പൊ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ചില ആളുകൾക്ക് ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെയാണ് സാധാരണ കോൺടാക്ട് ചെയ്യാറ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളായിട്ട് അവരെ കൊണ്ടുപോകാറുണ്ട്. ചില സമയം വയലന്റ് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചെല്ലണം, ചിലപ്പോ ഒരു മൂഡ് ഓക്കെ, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോ അവരെ മൂഡ് മാറും, വയലന്റ് ആവും, പിന്നെ ഇടിച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വല്ല അനുഭവം ഉണ്ടോ? ഇടിച്ച് തകർത്ത കേസ് വല്ലതും ഉണ്ടോ? അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് അവര് ഭയങ്കര വയലന്റ് അല്ലേ? വയലന്റ് ആയിരിക്കും. ഈ സമാധാനത്തിൽ നടന്ന കുട്ടികളാണ് ഇങ്ങനെ ആവുന്നത്. ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ ഇപ്പോ അധികം അതാണല്ലോ ഉള്ളത്. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പൊ എന്താ പേര്? സിനി ജോബി. നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഉണ്ടോ? ഞങ്ങളുടെ ചിലവ് വാങ്ങിച്ചു തരും. അത്താക്കളി, പൊറോട്ട മുട്ടക്കറി. അമ്മജി സുഖല്ലേ? ഓക്കെ, അപ്പൊ പൊറോട്ട മുട്ടക്കറി ആക്കാ വേണ്ടേ? അപ്പൊ സെൽഫി ആവാൻ നമ്മളെ ഉമ്മ നിൽക്കുന്നുണ്ട്. ഉമ്മ സുഖാണല്ലോ? ഉമ്മയുടെ പേരെന്താ? പൊറോട്ട കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല മോളെ. അതിന്റെ ഇടയ്ക്കൂടെ ഇവിടെ പിടിക്കുക കേട്ടോ. നമ്മളെ ആൾക്കാരോട് കാര്യമായിട്ട് ചോദിച്ചു, ഇവിടെ അതിന്റെ ഇടയ്ക്കൂടെ ഒരു സെൽഫി എടുത്തു. ഞാൻ കണ്ടു. ഓക്കെ, സന്തോഷമാണല്ലോ. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾ പെരിന്തൽമണ്ണക്കാരോട് നമുക്കൊരു സന്തോഷമുണ്ട്. കാര്യം നിങ്ങളെല്ലാം ലഹരി മുക്ത യജ്ഞത്തിൽ നിങ്ങൾ വ്യാപൃതരാണ്. അപ്പൊ താങ്ക് യു, വളരെ സന്തോഷം. നമുക്കിനിയും കാണാം. ഓക്കെ ചേട്ടാ. ഓക്കെ, നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് വിജയ, നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ ചേട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ഒരു സെൽഫി, ഒറ്റ സെൽഫി. ഓക്കെ, റെഡി? എടുത്തോ ചേട്ടാ, എടുത്തോ ചേട്ടാ. എല്ലാരും ഉണ്ട് അല്ലേ? ആ കറുത്ത കണ്ണട വെച്ചവരാണ് അവതാരകർ, മറന്നു പോരുത്. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയമാണ്. പെരിന്തൽമണ്ണ നെഹ്റു ബോയ്സ് ഹൈസ്കൂളിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഡിയം, അവരുടെ സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു. ഈ സ്റ്റേഡിയത്തിന്റെ പുരാണം? ഇത് നെഹ്റു വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രസംഗിച്ച സ്റ്റേഡിയം. നെഹ്റു പ്രസംഗിച്ചു അല്ലേ? ഇതൊക്കെ എന്ന് നടന്ന സംഭവം ഇത്? അല്ലെ, ഇവരോട് ചോദിക്കാം. 51
51. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവുന്ന ആരാ? നെഹ്റു വന്നതും അറിയാത്ത. ഓക്കെ. അതാ പേരെന്താ? കാജ മൊഹീദ്ദീൻ. അപ്പൊ ഈ നെഹ്റു പ്രസംഗിച്ചൊക്കെ 1951 ഇവിടെ എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? നെഹ്റുവിന് സ്വീകരണം പെരുന്തൽമണ്ണ സംഘടിപ്പിച്ചാണ്. വന്നു. ആ സ്റ്റേഡിയത്തിന്റെ പേര് നെഹ്റു സ്റ്റേഡിയം. അതിനിവിടെ പ്രത്യേക ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത് പൊളിച്ച് നീക്കിയിട്ടുള്ളൂ. പൊളിക്കാൻ കാര്യം? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ സ്കൂളിന്റെ ആരെങ്കിലും ഉണ്ടോ? സ്കൂളിന്റെ അപ്പൊ നിങ്ങളൊക്കെ നമ്മുടെ യാത്രയെ കുറിച്ച് വല്ലതും അറിഞ്ഞോ? അറിഞ്ഞോ അല്ലേ? ഞാൻ അറിയാൻ ചോദിക്കുക. നിങ്ങൾക്ക് എന്താ ഇത്രയും ഗൗരവം? അല്ലേ ഇത്? അതെ അതെ, ഞങ്ങളും ഗൗരവത്തിൽ നിൽക്കുന്നു യൂസഫ്. ഇത് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നാട് കൂടിയാണിത്. ഓക്കെ. പഠിച്ച സ്കൂളാണോ ഇത്? അതൊക്കെ അല്ലേ ആദ്യം ബിൽഡിംഗ് അപ്പോഴും അവിടെ പൊളിക്കാൻ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ പൊളിച്ചു. മഹാന്മാര് പഠിച്ചു പോയിട്ടുള്ള സ്കൂളാണിത് പെരിന്തൽമണ്ണ. ഓക്കെ. അപ്പൊ EMS പഠിച്ച സ്കൂളിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ചരിത്രമാണത്. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അതുപോലുള്ള ആളുകളൊക്കെ പഠിച്ച സ്കൂളാണിത്. അതെ, ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കാൻ വന്ന സ്ഥലം. ഈ വിപത്തിന് എതിരായിട്ട് ഇറങ്ങിയ 24 ചാനലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഓ, താങ്ക് യു. അപ്പൊ മോളെ സുഖല്ലേ? ഇവിടെ ഞാൻ വന്നപ്പോ ആദ്യമായിട്ട് എന്റെ കൂടെ പടം എടുത്തുള്ള കേട്ടോ. മോളെ താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു. അങ്ങ് കാണാൻ പറ്റിയത് നിങ്ങളുടെ ജോലി കൂടുതലാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ അങ്ങയുടെ അല്ലേ? അപ്പൊ ഇത് ഏത് നമ്മുടെ പൊതുവെ ഈ പെരിന്തൽമണ്ണയിൽ എങ്ങനെയാണുള്ള ഒരു അവസ്ഥ? എങ്ങനെയാണ് കാര്യം? നമ്മൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടുതലാണ്. അതിനനുസരിച്ചുള്ള കേസുകളാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ 19 വയസ്സ് ടു 23 വയസ്സുള്ള കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികളായിട്ട് നമുക്ക് കേസ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല, വന്നിട്ടില്ല. 19 വയസ്സ് നമുക്ക് ഇവിടെ നിലവിൽ ഇപ്പൊ 19 ടു 23 വയസ്സുള്ള കുട്ടികളാണ് നമ്മൾ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേസ് കൂടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പിടിക്കുന്നത് കൂടിയിട്ടുണ്ട്. അത് നമ്മൾ കൂടുതൽ വരുന്നതുള്ളതല്ല, നമ്മുടെ എൻഫോഴ്സ്മെന്റ് ശക്തമാണ്. അതെ, ഇപ്പൊ പോലീസ് ആണെങ്കിലും എക്സൈസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ വളരെ ശക്തമായിട്ടുള്ള ചില ബിരുദന്മാരെ നമ്മൾ കണ്ടു. അവരിത് ഉപയോഗിക്കത്തില്ല, പക്ഷെ വിതരണം ചെയ്യും. അങ്ങനെ ആൾക്കാരുടെ കേസുകളുണ്ട്. ഉണ്ടല്ലേ? അങ്ങനത്തെ ആൾക്കാർ കൂടുതലുണ്ട്. ഉണ്ട്. അങ്ങയുടെ പേരെന്താ? എന്റെ പേര് പ്രസാദ്. പ്രിവന്റീവ് ഓഫീസറാ അല്ലേ? ഓക്കെ. അപ്പൊ എനിക്കൊന്ന് നിങ്ങൾക്ക് നിങ്ങളോട് സ്വകാര്യമായിട്ട് പറയേണ്ടതാ. എല്ലാവരും ഇവരെല്ലാം നിൽക്കുക, നമ്മൾ രഹസ്യം പറയുന്നില്ല. നിങ്ങൾക്ക് ലൈസൻസ് തന്നിരിക്കുക. ഏത് ഉറവിടങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാം. ആരും ഇടപെടത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ കിട്ടുന്ന കേസുകളെ സംബന്ധിച്ച് നമ്മൾ അത് തുടരന്വേഷണം നടത്തി അതിന്റെ ഉറവിടത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാ കേസുകളും എടുക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കരുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ യാത്ര. തീർച്ചയായും അതിശക്തമായിട്ട് ആഞ്ഞടിച്ചോളൂ. തീർച്ചയായും. പറ്റുമെങ്കിൽ 20-ാം തീയതി നമ്മൾ കോഴിക്കോട്ടൊരു അവസാന അംഗമുണ്ട്, ഒരു ആഞ്ഞടി. അവിടേക്ക് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ലഹരി മാഫിയക്കെതിരെ അല്ല, തീർച്ചയായും അത് എല്ലാവരും ഇപ്പൊ നമ്മളിപ്പോ സമൂഹത്തെ ഏറ്റെടുക്കുന്ന സ്ഥിതിയിലേക്കാണ്. പിന്തുണ മൊത്തം നമുക്ക് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സപ്പോർട്ടും നമുക്കുണ്ട്. അതിനെതിരെ എല്ലാവരും ശക്തമായ ഒരു പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഈ പോരാട്ടത്തിൽ ഒരു വിഭാഗം കുറച്ച് പിന്നിക്ക് നിൽക്കുന്നുണ്ട്. നമ്മുടെ യൂത്താണ്. യൂത്ത് ഉണ്ട്, ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളെ പ്രളയകാലം നമ്മള് പ്രളയവും മറ്റേ കൊറോണ കാലൊക്കെ നമ്മള് മുന്നേറിയത് മറ്റേ യൂത്തിന്റെ സഹായം കൊണ്ട് മാത്രം. നമ്മൾ നശിക്കുന്ന യൂത്താണ്. യൂത്തന്മാരെ പാടില്ല, അവരാണ് നമ്മുടെ ഇറങ്ങുന്നുണ്ട്. ഒരു വിഭാഗം ഇറങ്ങുന്നുണ്ട്, പഴയ ശക്തിയോടും അതുപോലെ ഇറങ്ങുന്നില്ല. ഇത് നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ, തീർക്കണം എന്നുള്ള രീതിയിൽ അവരിറങ്ങുന്നില്ല. അവരിടപെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു അവരുടെ ചെറുപ്പമല്ലേ, ചെറുപ്പത്തിന്റെ പുതിയ വൈബ്. ഈ 12K കിഡ്സ് ആണോ അത്? അങ്ങനെ പ്രിവന്റീവ് ഓഫീസർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരികൾ പേരോഷം ഉണ്ടാക്കരുത്. നിങ്ങൾ ശക്തമായിട്ട് ഇറങ്ങണം. കാര്യം യങ്സ്റ്റേഴ്സിന്റെ ഇടയിലെ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങണം, അതിശക്തമായിട്ട് ഇറങ്ങണം. നമ്മൾ പോകുന്ന ജില്ലയിലൊക്കെ നമുക്ക് ഇനി നോക്കണം. നമ്മളിവിടെ നിൽക്കുന്നവർക്കെല്ലാം ചെറുപ്പമാണ്. നമ്മൾ ഇത്ര യാത്രയല്ലോ, അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം. നമ്മൾ 10 ജില്ലയായിട്ടും അങ്ങനെ ഒരു നിലപാട് ശരിയാവണ്ണം പറഞ്ഞ ആദ്യ ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അതാണ് അല്ലേ? എന്തായാലും അങ്ങേക്ക് ഒരു സന്തോഷം. ഒരു പുതിയ കാര്യം ഞങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് ഈ എല്ലാവിധ ആശംസ നമ്മളീ അമ്മമാരോടൊന്ന് ചോദിക്കാം. നിങ്ങളൊക്കെയാണ് അഭിപ്രായം പറയേണ്ടത് കേട്ടോ. വ്യാപാരികളാണോ നിങ്ങൾ? ഓ, അത് ശരി, വ്യാപാരികളാണ് അല്ലേ? ഓക്കെ.
അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞു ഒരു വാർത്ത പറയാൻ അത്രേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിന് വളരെ ദോഷം ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് ലഹരി. കൂടുതൽ പ്രത്യേകിച്ച് വീട്ടിനകത്ത് കഴിയുന്ന സ്ത്രീകൾക്കാണ് ഇത് ബുദ്ധിമുട്ട് അനുവദിക്കുന്നത്, അമ്മമാർക്കാണ്. അപ്പൊ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല വിഷമമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ഭർത്താക്കന്മാര്, ആങ്ങളമാര്, ഉപ്പമാര് എല്ലാവരും ഇപ്പൊ ലഹരി കടിമയായിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി ഉപദേശിക്കാൻ പറ്റുമോ? ഉപദേശിക്കാം, തീർച്ചയായിട്ടും ഞങ്ങളെ പോലെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേൾപ്പിക്കണം. അനുസരിക്കത്തിരി പാടല്ലേ? അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ. എന്റെ പേരെന്താ? കാര്യം ഈ അനുസരിക്കത്തിരി പാടാന്ന് പറഞ്ഞ ഞാൻ കണ്ടത് യൂത്തിന്റെ അപ്പൊ യൂത്തിൽ ഇടപെടുന്നില്ലെന്ന് പറഞ്ഞു. വലിയൊരു തീർച്ചയായിട്ടും യൂത്ത് ശക്തമാണ്, യൂത്ത് ശക്തമാണ്, വനിതാ വിംഗ് ശക്തമാണ്. ഞങ്ങൾ വ്യാപാരി ഒന്നിച്ചതിന് ഇതിനായിട്ട് ഇറങ്ങി അമ്മമാരിറങ്ങിയാൽ നിങ്ങൾ ചൂലെടുക്കണം നമ്മൾ പറയുന്നത്. നിങ്ങൾ ചൂലെടുത്താൽ എല്ലാം ഓക്കെ ആയിരിക്കും. അതെ, പണ്ട് അച്ഛമ്മ പറയായിരുന്നു കുട്ടികളായ കുറച്ച് ഉഷിര് വേണമെന്ന്. അന്ന് ഉഷിരല്ല, നാണായിരുന്നു കുട്ടികൾക്ക്. ഇപ്പോഴാണ് മനസ്സിലായത് ഉഷിരും നാണവും തമ്മിൽ എന്താന്ന്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഉഷിരാണ് കൂടുതൽ, നാണം കാണുന്നില്ല. കുറച്ച് നാണിക്കണം. യൂത്ത് വ്യാപാരി യൂത്തിൽ ഇറങ്ങുന്നില്ലെന്നുള്ള ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്നൊരു ക്യാപ്ഷനിൽ മലപ്പുറം ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നിവിടെ ഞങ്ങളെ പ്രിയപ്പെട്ട സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലയുടെ അനിശ്ചിതനായ നേതാവുമായ പ്രിയപ്പെട്ട കുഞ്ഞാവു ഹാജിയോടെ നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ശക്തമായ പ്രവർത്തനങ്ങൾ. ചെറുപ്പക്കാർ ഇറങ്ങുന്നില്ലെന്നൊക്കെ പറയുന്നുള്ളതാണ്. മലപ്പുറത്ത് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ ചെറുപ്പക്കാരാണ് ഇറങ്ങിയിട്ടുള്ളത് ഇതിനെതിരെ. തീർച്ചയായിട്ടും എല്ലാവരും